ഹായ്, ഇന്ന് ഡോക്ടർ ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മോസിൻ, ഇവിടുത്തെ നടക്കാവൽ ഹോസ്പിറ്റൽ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഇന്ന് നമ്മളൊരു 72 ഇയേഴ്സ് 72 വയസ്സുള്ളൊരു ഉപ്പയുടെ കഥ പറയുകയാണ്. ഉപ്പ ഒരു വീണിട്ട് ഇടുപ്പല്ല് പൊട്ടിയിട്ട് വന്ന എല്ലാ അസുഖങ്ങളും പല അസുഖങ്ങളുള്ള ഒരു ഉപ്പയുടെ കഥ പറയുകയാണ്. അതിന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫിയാസ്, നമ്മളിവിടുത്തെ ക്രിട്ടിക്കൽ കെയർ ആൻഡ് ഇൻറ്റൻസിവിസ്റ്റും ഒപ്പം അനസ്തീഷ്യോളജിസ്റ്റുമാണ്. ഡോക്ടറെ, അന്നത്തെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. എന്തൊക്കെയായിരുന്നു പേഷ്യൻ്റ് ഉണ്ടായിരുന്നതെന്ന് പറയാം. നമുക്ക് ഒരു 72 വയസ്സുള്ളൊരു ഉപ്പ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൽ പോലെ വന്നതായിരുന്നു. ഉപ്പാക്ക് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഹാർട്ടിൻ്റെ ഫെയിലിയർ, ഹാർട്ടിൻ്റെ പമ്പിങ് ഭയങ്കര കുറവായിരുന്നു. ഈ ശ്വാസനാളി ചുരുങ്ങിപ്പോകുന്ന COPD എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കിഡ്നി ക്രിയാറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരുന്നു. അതിൻ്റെ കൂടെ സോഡിയം കുറവായിരുന്നു. പേഷ്യൻ്റ് പുറത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ സോഡിയം കുറവിന് പുറത്തുനിന്ന് സോഡിയം ഇഞ്ചക്ഷൻ കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് കൂടി. അങ്ങനെ അവിടുന്ന് ഒരു ICU സെറ്റപ്പുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ആ പേഷ്യൻറ്റിനെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഒരു ഹിപ്പ് ഫ്രാക്ചറും കൂടി ആകുമ്പോൾ അതൊരു സർജറി വേണ്ട പൊട്ടും കൂടിയാണ്. അപ്പോൾ തന്നെ ആളുകൾ വിചാരിക്കും ഇത്രയധികം അസുഖമുള്ള എൻ്റെ ഉപ്പാനെ സർജറി ചെയ്താൽ ഇനി ബാക്കി ഉണ്ടാവുമോ, തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒരു പേടി അവർക്ക് ഉണ്ടാവും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കാരണം ഈ ഇടുപ്പല്ല് പൊട്ടുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചില മിക്ക ഫ്രാക്ചേഴ്സിനും ഈ സർജിക്കൽ അല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത ഫ്രാക്ചേഴ്സാണ് കൂടുതലും. അങ്ങനത്തെ ഇടുപ്പല്ല് പൊട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കിടപ്പ് രോഗി ആകുമ്പോൾ അവരുടെ ആരോഗ്യം ദിവസം കഴിയും തോറും ഭയങ്കര മോശമായി പോകുന്നതാണ് നമ്മൾ കാണാറ്. പല സ്റ്റഡീസും പറയുന്നത് ഇങ്ങനത്തെ പൊട്ടിയ രോഗികളുടെ മരണനിരക്ക് 48 മണിക്കൂർ പൊട്ടിയ ശേഷം 48 മണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും അതിനുശേഷം സർജറി ചെയ്താൽ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനും അവർക്ക് മരണസാധ്യത വളരെ കൂടുതലും എന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. സാധാരണ നമ്മൾ പറയാ ഒരു ഇടുപ്പല്ല് ബോളിൻ്റെ അവിടെ പൊട്ടുള്ള ഒരാൾക്ക് ഒരു 48 hours ആദ്യത്തെ 2 ദിവസത്തിനുള്ളിൽ സർജറി ചെയ്യാണ് എപ്പോഴും നല്ലതെന്നാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിനെ നീപ്പിച്ചിരുത്താൻ പറ്റും, നീപ്പിച്ച് നടത്താൻ പറ്റും, അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഈ കേസിൽ ഇത്രയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് സർജറി ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ആ 2 ദിവസം കൊണ്ട് ചെയ്തത്? അത് നമ്മളിതൊരു എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നില്ല. ഇങ്ങനത്തെ പേഷ്യൻസിന് ഇപ്പം നമ്മൾ വന്നപാടെ ഒരു ഫസ്റ്റ് 48 hours സർജറി ചെയ്തിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു കാറ്റാസ്ട്രോഫിക് ആവുമായിരുന്നു. അവരുടെ ജീവൻ അപകടം ആവാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ആദ്യത്തെ 2 ദിവസത്തിൽ. ഒന്നാമത് അവരുടെ സോഡിയത്തിൻ്റെ അളവ് ഭയങ്കര കുറവായിരുന്നു. ഭയങ്കര ശ്വാസകോശത്തിൽ നീർക്കെട്ട് വന്നിട്ട് ഓക്സിജൻ അളവ് കുറവായിരുന്നു. ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഒപ്പം ശ്വാസനാളി ചുരുങ്ങിപ്പോകുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ക്രിയാറ്റിൻ അളവ് കൂടുതലുമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ, ഹാർട്ടിന്റെ പമ്പിങ് ഓൾറെഡി കുറവുള്ള ആളുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നമുണ്ട്, കിഡ്നിക്ക് പ്രശ്നമുണ്ട്, സോഡിയത്തിന്റെ പ്രശ്നമുണ്ട്, ശ്വാസനാളിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് 72 വയസ്സുണ്ട്. ഇതിൽ ഓരോ സിസ്റ്റത്തിലും പ്രശ്നങ്ങളുള്ള രോഗികൾ നമുക്ക് സ്ഥിരം വരും. മിക്കവാറും പ്രായമുള്ള ആൾക്കാർക്ക് ഹാർട്ടിന് പ്രശ്നം, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രശ്നം. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നൊരു രോഗിയായിരുന്നു. ഇത് ബേസിക്കലി ഒരു മെഡിക്കൽ കേസാണ്. മെഡിക്കൽ കേസിൽ ഒരു ഓർത്തോ ഫ്രാക്ചറും കൂടി ഉണ്ടായിരുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 48 മണിക്കൂർ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആരോഗ്യം ഭയങ്കര കൂടുതൽ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ, അതാണ് ഈ ടീം വർക്കിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. നമ്മൾ ഓർത്തോ ടീമും അനസ്തീഷ്യ ടീമും ICU ടീമും മെഡിക്കൽ ടീമും എല്ലാം കൂടി ഒരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മാജിക് ഇങ്ങനെയാണ്. ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ പേഷ്യൻ്റെ മെഡിക്കൽ സൈഡ് നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് ആ ഉപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ഏറ്റവും നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് ആ പേഷ്യൻ്റ് എത്തിച്ച ശേഷമാണ് നമ്മൾ സർജറിക്ക് എടുത്തത്. അതെ, നമ്മളത് പേഷ്യൻ്റ് ആ വരുമ്പോൾ ഭയങ്കര പെയിനാണ്. നമ്മളെ ശരീരത്തിലെ ഏറ്റവും വലിയ തുടയെല്ലിൻ്റെ അറ്റഭാഗത്താണ് പൊട്ടുള്ളത്. ആ പേഷ്യൻ്റ് ഒന്ന് തിരിഞ്ഞു കിടക്കാനോ എണീച്ചിരിക്കാനോ കാലൊന്ന് ഇളക്കാനോ ഒന്ന് മൂത്രമൊഴിക്കുമ്പോൾ ഒന്ന് അകത്തി വെക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലെ പെയിനാണ്. ആ ഒരു പെയിനുള്ള ഒരാൾക്ക് എങ്ങനെയായാലും ബാക്കി അസുഖങ്ങളുടെ കാഠിന്യം കൂടിയേ വരുള്ളൂ. അപ്പോൾ ഇത് തരണം ചെയ്യാൻ നമ്മൾ ആദ്യത്തെ 2 ദിവസം ആ പേഷ്യൻ്റ് പെയിനിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഡോക്ടർ അന്ന് അനസ്തീഷ്യ അത് ഇങ്ങനത്തെ പേഷ്യൻസ് ഒന്നാമത് ശ്വാസകോശ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അവർക്ക് ഇടുപ്പല്ല് പൊട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ദിവസങ്ങളുടെ എണ്ണം, ഇങ്ങനെ വേദനയോട് കൂടി കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ അവർക്ക് സാധാരണ രീതിയിൽ എണീറ്റിരിക്കാനോ ഒന്ന് ചുമയ്ക്കാനോ പറ്റില്ല. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാർ അധികം നേരം നമുക്ക് ഇങ്ങനെ വേദനയോട് കൂടി കിടത്തുമ്പോൾ അവരുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനാണ് സാധ്യത. അപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നപ്പോൾ ആദ്യം തന്നെ ഓർത്തോ സൈഡിൽ നിന്ന് നമുക്കൊരു കൺസൾട്ടേഷൻ വെച്ചു. അവർക്ക് ഇടുപ്പല്ലിന്റെ വേദന സർജിക്കൽ അനസ്തേഷ്യ അല്ലാതെ വേദനയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിമറൽ നെർവ് ബ്ലോക്ക്, കാലിലേക്കുള്ള ഞരമ്പുകൾ മാത്രം ധരിപ്പിക്കുന്ന ഒരു
പ്രത്യേകതരം വേദന സംഹാരിയായിട്ടുള്ള മരുന്ന് കൊടുത്തിട്ട് ധരിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു കത്തീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുക്കാനുള്ളൊരു സംവിധാനം കൂടി അവിടെ വെച്ചു. ഉപ്പയുടെ വേദന ഒരു 80-90% കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ആൾക്ക് എണീറ്റിരിക്കാനും ഭക്ഷണം കഴിക്കാനും. ആ 2 ദിവസം നമ്മൾ എണീപ്പിച്ചിരുത്തി ജസ്റ്റ് കാലൊക്കെ ഇളക്കി നമ്മൾ ബ്ലഡ് ഒന്നും ക്ലോട്ട് ആവണില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി, പുറത്ത് തൊലി പൊട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി. അതിനിടയ്ക്ക് ഈ ശ്വാസം മുട്ടും സോഡിയം കുറവും ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഈ സോഡിയം കുറഞ്ഞ ആൾക്കാർക്ക് പുറത്തുനിന്ന് സോഡിയം കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ചും ഹാർട്ടിന് പമ്പിങ് കുറവുള്ള ആൾക്കാർക്ക് ശ്വാസകോശത്തിൽ നീർക്കെട്ട് വരാനാണ് സാധ്യത. അപ്പോൾ ഇവർ ഇങ്ങനത്തെ രോഗികൾക്ക് നമ്മൾ കൂടുതലും നീര് പോകാൻ, അതായത് മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്ന് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി സോഡിയം ശരിയായി വരുന്നതാണ് നമ്മൾ കാണുക. എന്നിട്ടും ശരിയായിട്ടില്ലെങ്കിൽ മാത്രം പുറത്തുനിന്ന് സോഡിയം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഉപ്പാക്ക് നമ്മളങ്ങനെ ഒരു നീര് പോകുന്ന മരുന്നും ശ്വാസനാളി വികസിക്കാനുള്ള മരുന്നും ശ്വാസനാളി വികസിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. അതിൻ്റെ 2 ദിവസത്തിനുള്ളിൽ നല്ലോണം ശ്വാസം മുട്ട് കുറഞ്ഞു. ഈ ഓക്സിജൻ്റെ അളവൊക്കെ ഒരു നോർമൽ ലെവലിലേക്ക് എത്തി. ആളുടെ കിതപ്പ് കുറേ മാറി. സോഡിയം 135 മുകളിലേക്ക് എത്തി. അങ്ങനത്തെ പിന്നെ ബാക്കിയുള്ള ഹാർട്ടിൻ്റെ മരുന്നുകളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ആളുടെ ആരോഗ്യസ്ഥിതിയുടെ ഒരു ഏറ്റവും നല്ല ആരോഗ്യസ്ഥിതിയിലേക്ക് ഈ 2 ദിവസത്തിനുള്ളിൽ പേഷ്യന്റിനെ എത്തിച്ചത്. പിന്നെ സർജറി സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു സർജറിയാണ്. നമ്മുടെ യൂഷ്വൽ ഒരു ഹിടുപ്പല്ല് മാറ്റിവെക്കലിൻ്റെ ഒരു ബോളിൻ്റെ ഭാഗം മാത്രം മാറ്റിവെക്കൽ സർജറിയാണ്. അറൗണ്ട് 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ അത്യാവശ്യം ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ അത് പെട്ടെന്ന് തീർക്കാൻ പറ്റി. അതും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബ്ലീഡിങ് കുറക്കുക എന്നുള്ളത്. ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ കൊടുത്ത അനസ്തീഷ്യ, ഈ സർജറി സമയത്ത് കൊടുത്ത അനസ്തീഷ്യ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും പേടി ഇതാണ്, നമ്മൾ അനസ്തീഷ്യ കൊടുത്താൽ പിന്നെ എണീച്ച് വരുമോ എന്നുള്ളൊരു പേടിയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പോൾ ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള അനസ്തീഷ്യയാണ് കൊടുക്കുന്നത്. ഈ പേഷ്യന്റിന് ഒരു പ്രത്യേകതരം അനസ്തീഷ്യയാണ്. ആ ഡോക്ടർ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുന്നത്. സർജറി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നെങ്കിലും അനസ്തീഷ്യ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നില്ല. കാരണം ഇവരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരുടെ ഹാർട്ടിന് പമ്പിങ് ഭയങ്കര കുറവാണ്. ഓൾറെഡി ശ്വാസകോശം പ്രശ്നങ്ങളുള്ള രോഗിയാണ്. അപ്പം ഫുള്ളായിട്ട് മയക്കി കൃത്രിമശ്വാസത്തിന് ട്യൂബിട്ട് ഒരു GI ജനറൽ അനസ്തീഷ്യ ഇങ്ങനത്തെ പേഷ്യൻസിന് ഭയങ്കര മോർട്ടാലിറ്റി റേറ്റ് കൂട്ടുന്ന ഒരു അവസ്ഥ, റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ അത് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ജനറൽ അനസ്തീഷ്യ എന്തായാലും കൊടുക്കാൻ പറ്റില്ല. പിന്നെയുള്ള പ്രശ്നം അവർക്ക് സാധാരണ സ്പൈനൽ അനസ്തീഷ്യ, നമ്മൾ നട്ടലിൻ്റെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള അനസ്തീഷ്യ, അത് പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ രോഗികൾക്ക് ഹാർട്ടിന് പമ്പിങ് കുറവായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഭയങ്കര വലിയ രീതിയിലുള്ള BP, രക്തസമ്മർദ്ദം വലിയ രീതിയിൽ കുറയാനുള്ള സാധ്യതയും, അതുകൊണ്ട് ഈ കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം വളരെ രീതിയിൽ കുറയുകയും കിഡ്നീൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും ഒരു ഹൈ റിസ്ക് അനസ്തീഷ്യ എന്ന രീതിയിൽ നമുക്ക് ജനറലൈസേഷൻ പറ്റൂല, സ്പൈനലും പറ്റില്ല. സാധാരണ ആളുകൾക്ക് അറിയുന്ന 2 അനസ്തീഷ്യ ഇതാണ്. ഒന്നെങ്കിൽ ബോധം കെടുത്തിട്ട് സർജറി ചെയ്യുക, അതല്ലെങ്കിൽ നട്ടലിന് സൂചിച്ച് തരിപ്പിച്ച് സർജറി ചെയ്യുക. ഇതൊന്നും അല്ലാത്ത മൂന്നാമത്തെ ഒരു പരിപാടിയുണ്ട്. അതാണ് ഒരു പ്രത്യേകതരം അനസ്തീഷ്യ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കാലിൻ്റെ ഇടുപ്പിൻ്റെ അവിടെയാണ് സർജറി എങ്കിൽ ആ ഇടുപ്പിലേക്ക് പോകുന്ന ഞരമ്പുകളെ മാത്രം ധരിപ്പിക്കുക. 2 തരത്തിലുള്ള ഞരമ്പുകളാണ് നമുക്ക് നട്ടലിൻ്റെ പുറത്തേക്ക് ഞരമ്പുകൾ വന്ന് കാലിൻ്റെ ലേക്കുള്ള ഞരമ്പുകളുടെ സപ്ലൈ വരുന്നത്. ഒന്ന് ലംബാർ പ്ലക്സസ് എന്ന് പറയുന്നതും 2 സാക്രൽ പ്ലക്സസ് എന്ന് പറയുന്നതും. ഇത് നട്ടലിലേക്ക് ഇഞ്ചക്ഷൻ വെക്കാതെ നട്ടലിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ ധരിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ അവർക്ക് ആ സ്പൈനൽ അനസ്തീഷ്യയുടെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഇതിൽ പ്രഷർ കുറയുക, മിടിപ്പ് കൂടുക, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് കൂടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാല് മാത്രം ആ സർജിക്കൽ ഏരിയ എവിടെയാണോ അവിടെ മാത്രം നമുക്ക് ധരിപ്പിച്ചിട്ട് സ്പൈനൽ അനസ്തീഷ്യയുടെ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ലംബാർ പ്ലക്സസ് ബ്ലോക്ക് ആൻഡ് സാക്രൽ പ്ലക്സസ് ബ്ലോക്ക്. അതാണ് ഇങ്ങനത്തെ പേഷ്യൻസ് നമുക്ക് കൂടുതൽ സേഫായിട്ട് നമുക്ക് അവരുടെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നമുക്ക് സർജിക്കൽ അനസ്തീഷ്യ കിട്ടുന്ന രീതിയിൽ, വേദന ഇല്ലാത്ത രീതിയിൽ സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ലംബോ സാക്രൽ പ്ലക്സസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ സർജറി ചെയ്തു. പോസ്റ്റ് ഓപ്പ് നമുക്ക് ഈ ഒരു അനസ്തീഷ്യയുടെ എഫക്റ്റ് കുറച്ച് കൂടുതൽ കാലം നിൽക്കും. സാധാരണ ഒരു സ്പൈനൽ പോലെയല്ല, നമ്മൾ നട്ടലിന് സൂചി വെക്കുന്ന പോലെയല്ല, കുറച്ച് കൂടുതൽ സമയം ആ അനസ്തീഷ്യൻ്റെ എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എണീപ്പിച്ച് നടത്താനും വളരെ സുഖമായിരുന്നു. പേഷ്യൻറ്റിന് കാലിന് ബലമൊക്കെ തിരിച്ചു വന്നിരുന്നു. 2ാമത്തെ ദിവസം തന്നെ മെഡിസിൻ നമ്മൾ എണീപ്പിച്ച് നടത്തി. 3ാമത്തെ ദിവസം പേഷ്യൻ്റ് എണീറ്റ് നടന്ന് എല്ലാ കാര്യങ്ങളും, ബാത്റൂം പോലും എണീച്ചിരിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി തന്നെ ബാക്കിയുള്ള അസുഖങ്ങളൊന്നും പറ്റി കാണാതായി തന്നെ പറയാം. പേഷ്യൻ്റ് വന്നപ്പോൾ ട്രോളിയിൽ നമുക്കൊന്ന് കാലുമൊന്ന് തൊട്ട് നോക്കാൻ ഒന്നുപോലും പറ്റാത്ത രീതിയിൽ ആ സമയത്ത് ഞരക്കം മാത്രമായിരുന്നു. ആ രൂപത്തിൽ നിന്ന് ആ പേഷ്യൻറ്റിൻ്റെ സ്വന്തം വാക്കുകൾ നമുക്ക് പിന്നീട് കേൾക്കാം. ആ രൂപത്തിലേക്ക് പേഷ്യൻ്റ് എത്തി.
അങ്ങനെ നമ്മൾ തേർഡ് ഡേ തന്നെ കുഴപ്പമില്ലാതെ ഇതിൽ നമ്മളുടെ ഇവിടുത്തെ സ്റ്റാഫിന്റെ സപ്പോർട്ടും മെഡിക്കൽ ടീമിന്റെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളൊരു ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രം വിചാരിച്ചാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി സപ്പോർട്ട്, സ്റ്റാഫുകളുടെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ICU ടീമിന്റെ വലിയൊരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ. എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുടെ വേദന മാറ്റി അവരുടെ നോർമലിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്തിക്കാൻ പറ്റുകയും അവർ ഡിസ്ചാർജ് ആയി ഇപ്പം ഉപ്പ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുകയാണ് നമ്മൾ. ഇതിലിപ്പോൾ മെയിനായിട്ട് പറയാനുള്ള ഇത് എല്ലാ ആളുകൾക്കുള്ളൊരു സന്ദേശം പറയാനുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളെ ആളുകൾ ഈ പ്രായ ആളുകൾക്ക് വരുന്നൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പൊട്ടാണ് ഈ ഇടുപ്പല്ല് ബോളിൻ്റെ അവിടെയുള്ള പൊട്ട്. അപ്പോൾ അത് വരുമ്പോൾ ഈ അസുഖങ്ങൾ കാരണം ഈ പേഷ്യൻറ്റിനെ പല ആളുകളും ചികിത്സിക്കാതെ വിടുന്നുണ്ട്. ഓപ്പറേഷൻ റിസ്ക് അല്ലേ ഡോക്ടറെ, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്ന് തീരുമാനിച്ച് പലരും മടക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു കൺതുറന്ന് കാണാനുള്ളൊരു ചാപ്റ്ററാണത്. അത്തരം രോഗികൾക്ക് നമുക്ക് എപ്പോഴും ആ രോഗിയുടെ അസുഖത്തിനെ ഒപ്റ്റിമൈസ് ചെയ്ത് രോഗിയുടെ അസുഖങ്ങൾ ഓരോന്നോരോന്നായിട്ട് ശരിയാക്കി കൊണ്ടുവന്ന് നമ്മൾ പേഷ്യൻ്റ് അതിന് പറ്റുന്ന രീതിയിലുള്ള അനസ്തീഷ്യ കൊടുത്ത് നമ്മൾ സേഫായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നന്ദി. അടുത്ത ഇതുപോലത്തെ ഒരു കേസ് ഡിസ്കഷന് നമുക്ക് വീണ്ടും വരാം. ഇപ്പം പറഞ്ഞ് ഇപ്പോൾ ശരിക്കും പന്ത് കളിക്കാന്നുള്ള ഒരു ഇതും കൂടി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും ഉപ്പാക്ക് ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് തടഞ്ഞു വീണതാണ്. അപ്പോൾ എൻ്റെ ഉടുപ്പല് പൊട്ടി, എൻ്റെ ബോള് പൊട്ടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചത്. അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ നോക്കിയതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ നടക്കാവ് ഹോസ്പിറ്റലിലേക്ക് വരിക.